Welcome. Structure of atom. Section 2. Atomic models. ഈ ടോപ്പിക്കിലെ 4ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ആറ്റം മോഡൽ ബോർ മോഡലാണ്. ബോർ മോഡലിന് ഹൈഡ്രജൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ബോർ മോഡലിന് എതിരാണ് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളും ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഈ രണ്ട് പ്രിൻസിപ്പിൾസും ബോർ മോഡലിൽ പരിഗണിച്ചിട്ടില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. What do you mean by dual nature of matter? മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വൈത സ്വഭാവം. മാറ്ററിന് 2 തരം സ്വഭാവങ്ങളുണ്ട്. അതെന്താണ്? ആൻസർ നോക്കാം. ലൈക്ക് റേഡിയേഷൻ, മാറ്റർ ഇൻ മോഷൻ ഓൾസോ പൊസസ് both particle nature and wave nature. This is known as dual nature of matter. ഇപ്പോൾ റേഡിയേഷനെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, വേവ് നേച്ചറുമുണ്ട്. കണികാ സ്വഭാവവുമുണ്ട്, തരംഗ സ്വഭാവവുമുണ്ട്. ഇപ്പോൾ റേഡിയേഷനെ പോലെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് 2 തരം സ്വഭാവമുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. ഇതാണ് ഡ്യുവൽ നേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 21. സ്റ്റേറ്റ് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ. ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ എന്താണ്? ഉത്തരം നോക്കൂ. ഓൾ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് in motion possess both particle nature and wave nature. This is known as de Broglie's principle. ഇപ്പം ചലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മെറ്റീരിയൽ പാർട്ടിക്കിൾസിനും എന്തുണ്ട്? പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, വേവ് നേച്ചറുമുണ്ട്. ഇതിനെയാണ് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. മറ്റൊരു രീതിയിലും പറയാം. എങ്ങനെയാണ് നോക്കൂ. ഓൾ മൂവിങ് പാർട്ടിക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ വേവ് നോൺ ആസ് മാറ്റർ വേവ്. ദിസ് ഈസ് നോൺ ആസ് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ. അപ്പം ഇങ്ങനെയും പറയാം. ചലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും കൂടെ, എല്ലാ മാറ്ററിൻ്റെയും കൂടെ ഒരു തരംഗമുണ്ട്, വേവ് ഉണ്ട്. ഈ വേവിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ്. ഇതാണ് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ. All moving particle is associated with a wave known as matter wave. This is known as de Broglie's principle. ഏത് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ പഠിക്കാം. മാറ്റർ വേവ്സ് ആർ ഡിഫറൻറ്റ് ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പോലെയല്ല മാറ്റർ വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പലതരത്തിലുണ്ട്. എക്സ്റേ, ഗാമാ റേ, വിസിബിൾ റേ, ഇൻഫ്രാറെഡ് റേ, പലതരത്തിലുണ്ട്. അതുപോലെയല്ല മാറ്റർ വേവ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ച ഇക്വേഷൻ എന്താണ്? ലാംഡ സമം h/mv. ലാംഡ വേവ് ലെങ്ത് ആണ്, തരംഗ ദൈർഘ്യം. എം മാസാണ്, മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ പഠിക്കണം. 6.624 ഇൻറ്റു 10⁻⁻34 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, ഇവിടെ 24, ഇവിടെ 34. ഓർക്കാൻ എളുപ്പമുണ്ട്, ഒരു കണക്ഷൻ കിട്ടും. പ്ലാങ്ക്സ് കോൺസ്റ്റന്റിൻ്റെ വാല്യൂ നോക്കണം. മാസ് ഇൻറ്റു വെലോസിറ്റി, അതിനെ മൊമൻറ്റം എന്ന് വിളിക്കാം. മൊമൻറ്റം അതിനെ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇക്വേഷൻ ഒരു മാറ്റം വരുത്തിയാലോ, ലാംഡ സമം h/p എന്ന് എഴുതാം. പി എന്ന് പറയുന്നത്
മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിളാണ്. എം വി എന്ന് പറയുന്ന സ്ഥലത്താണ് പി എഴുതിയത്. ഒരു പ്രത്യേകത നോക്കാം. പി എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ നേച്ചറാണ്. ലാംഡ എന്ന് പറയുന്നത് വേവിൻ്റെ നേച്ചറാണ്. ഒന്ന് പാർട്ടിക്കിളിനെ സൂചിപ്പിക്കുന്നതാണ്, മറ്റൊന്ന് വേവിനെ സൂചിപ്പിക്കുന്നതാണ്. പി കൂടിയാൽ ലാംഡ കുറയും, ലാംഡ കൂടിയാൽ പിയും കുറയും. പാർട്ടിക്കിൾ നേച്ചർ കൂടിയാൽ വേവ് നേച്ചർ കുറയും. ഒരു എക്സാമ്പിൾ പറയാം. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോൾ വേവിനെ പോലെ കാണുന്നില്ല. എ മൂവിങ് ക്രിക്കറ്റ് ബോൾ ഡസ് നോട്ട് സീ ലൈക്ക് എ വേവ്. എന്തായിരിക്കും കാരണം? ചലിച്ചു കൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ബോളിൻ്റെ മൊമെൻറ്റം കൂടുതലാണ്, പി കൂടുതലാണ്. അപ്പോൾ വേവ് നേച്ചർ കുറവായിരിക്കും. അപ്പം നമ്മൾ വേഗത്തിൽ ഓടുന്നു, നമ്മൾ വേവിനെ പോലെ കാണില്ല, കാരണം നമ്മുടെ മൊമെൻറ്റം പാർട്ടിക്കിൾ നേച്ചർ കൂടുതലാണ്. ഓക്കെ, ഈ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും രണ്ടും കൂടെ ഒരുമിച്ച് കാണണമെങ്കിൽ പാർട്ടിക്കിൾ വളരെ 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 ചെറുതായിരിക്കണം. അതായത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആയിരിക്കണം. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് മാത്രമാണ് ഈ രണ്ട് സ്വഭാവവും ഒരുമിച്ച് നിലനിൽക്കുന്നത്. അതായത് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിന് മാത്രമാണ് ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ബോർ മോഡലിൽ ഉള്ള കുഴപ്പം എന്താണ്? പാർട്ടിക്കിൾ നേച്ചർ മാത്രമേ ബോർ കൺസിഡർ ചെയ്തുള്ളൂ. വേവ് നേച്ചർ കൺസിഡർ ചെയ്യാതെയാണ് ബോർ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ കൺസിഡർ ചെയ്തിട്ടില്ല. ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ മാത്രമേ ബോർ മോഡലിൽ പരിഗണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിൾ ബോർ മോഡലിന് എതിരാണ് എന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെറിവേഷൻ ഒന്നും ചോദിക്കാറില്ല, എങ്കിലും എളുപ്പത്തിലൊന്ന് പറയാം. ഡിറൈവ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഡി ബ്രോഗ്ലി ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം ചെയ്യേണ്ടത് എനർജിക്ക് ഉള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, അത് എഴുതുക. ഇ സമം എം സി സ്ക്വയർ. ഇത് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഇക്വേഷനാണ്. മാറ്ററിനെ എനർജിയാക്കി മാറ്റാം, ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റാം. ഇ എന്ന് പറഞ്ഞാൽ എനർജി, എം എന്ന് പറഞ്ഞാൽ മാസ്, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അതിൻ്റെ വാല്യൂ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി റേഡിയേഷനെ കുറിച്ചുള്ള മറ്റൊരു തിയറിയാണ് ക്വാണ്ടം തിയറി. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. മാക്സ് പ്ലാങ്ക് കണ്ടുപിടിച്ച ഇക്വേഷനാണ് E = h nu. nu എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനാണ്, റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് nu എന്ന് പറയുന്നത്. അപ്പോൾ എനർജിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കണം. എനർജിക്ക് രണ്ട് ഇക്വേഷൻസ്, ഇത് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എനർജിക്ക് പകരം, ഇവിടുത്തെ എനർജിക്ക് പകരം h nu എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് h nu സമം mc². ശരിയല്ലോ? ഇനി nu എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനാണ്. ഇതിന് പകരം c/λ എന്ന് എഴുതാം. ഈ nu എന്നുള്ളതിന് പകരം c/λ എന്ന് എഴുതാം. nu എന്നുള്ളതിന് പകരം c/λ എന്ന് എഴുതി. ഇതാ നോക്കിക്കോളൂ, c/λ എന്ന് എഴുതി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. h nu എന്നുള്ള സ്ഥലത്ത് hc/λ സമം mc². ഈ സിയും ഇവിടുത്തെ സിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി വരുന്നത് h/λ സമം mc. h/λ സമം mc. ലാംഡയെ ഇങ്ങോട്ട്, അതായത് റൈറ്റ് സൈഡിലേക്കും mcയെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ λ = h/mc. വളരെ എളുപ്പമാണ്. λ = h/mc എന്ന് കിട്ടും. മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഒരിക്കലും ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ മൂവ് ചെയ്യില്ല. അതുകൊണ്ട് സി എന്നുള്ളതിന് പകരം നമ്മൾ വി എന്ന് എഴുതാം. ഇൻ ദ കേസ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് സി ഈസ് റീപ്ലേസ്ഡ് ബൈ വി. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? λ സമം h/mv അല്ലെങ്കിൽ h/p എന്ന് എഴുതാം. ഇതാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. അപ്പോൾ ഡെറിവേഷൻ ഒന്ന് എഴുതി പഠിക്കണം, എളുപ്പമാണ്. ഓക്കെ, ഒന്ന് രണ്ട് പ്രത്യേക നോട്ടുകൾ നോക്കൂ. ദ ഇക്വേഷൻ കണക്ട്സ് ബോത്ത് ദ പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ ഓഫ് മാറ്റർ. പാർട്ടിക്കിൾ നേച്ചറിനെയും വേവ് നേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. നേരത്തെ പറഞ്ഞു, പി എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ നേച്ചറിനെ കാണിക്കുന്നു, ലാംഡ എന്ന് പറയുന്നത് വേവ് നേച്ചറിനെ കാണിക്കുന്നത്. രണ്ടിനെയും കൂട്ടിക്കിട്ടുന്ന ഒരു ഇക്വേഷനാണ് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. അടുത്ത പോയിന്റ്, ആസ് പാർട്ടിക്കിൾ നേച്ചർ ഇൻക്രീസസ് വേവ് നേച്ചർ ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. പാർട്ടിക്കിൾ നേച്ചർ കൂടിയാൽ വേവ് നേച്ചർ കുറയും, തിരിച്ചും. ഓക്കെ,
The equation cannot be applied to stationary particles. It can be applied to moving particles. ചലിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസിന് മാത്രമേ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കഴിയൂ. വി സീറോ ആവരുത്, വെലോസിറ്റി സീറോ ആവാൻ പാടില്ല, അതായത് മൊമെൻറ്റം വേണം. ഓക്കെ, അടുത്ത പോയിന്റ്, ദ ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. അതിസൂക്ഷ്മങ്ങളായ പാർട്ടിക്കിൾസിന് മാത്രമേ ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയൂ. നേരത്തെ പറഞ്ഞൊരു കാര്യം, എ മൂവിങ് ക്രിക്കറ്റ് ബോൾ ഡസ് നോട്ട് സീ ലൈക്ക് എ വേവ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ബോൾ ഒരു വേവിനെ പോലെ കാണുന്നില്ല. ബിക്കോസ് എന്താണ്, ഇറ്റ്സ് മൊമെൻറ്റം ഈസ് ഹൈ, അതിൻ്റെ മൊമെൻറ്റം കൂടുതലാണ്. ഇപ്പം ലാംഡ സമ എച്ച് ബൈ എം വി, ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ വളരെ എളുപ്പമാണ്, പഠിക്കാം. പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നോക്കാം. അടുത്ത പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വം. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, സാധ്യമല്ല, നടക്കില്ല. ടു ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കാൻ. എന്താ തീരുമാനിക്കുന്നത്? ബോത്ത് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. പൊസിഷനും മൊമെൻറ്റവും, പൊസിഷനും മൊമെൻറ്റവും, രണ്ട് കാര്യങ്ങൾ, പൊസിഷനും മൊമെൻറ്റവും. ആരുടെ? ഓഫ് എ ഫാസ്റ്റ് മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സച്ച് ആസ് ആൻ ഇലക്ട്രോൺ. വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ, ഉദാഹരണത്തിന് ഇലക്ട്രോൺ. ഇതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും തീരുമാനിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എങ്ങനെ? സൈമുൾട്ടാനിയസ്ലി ആൻഡ് എക്സാക്ട്ലി, ഒരേ സമയത്ത് കൃത്യതയോടെ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും, പൊസിഷനും മൊമെൻറ്റവും, പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടെ തീരുമാനിക്കാൻ, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് 10 തവണ എഴുതി പഠിക്കണം. വേറെയും 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആദ്യത്തേത് മാത്രം പഠിച്ചാൽ മതി, മറ്റതൊന്ന് കേട്ടിരിക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് which involves simultaneous and exact measurement of position and momentum of a fast moving microscopic particle such as an electron. വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടെ അളക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണം ആവിഷ്കരിക്കാൻ, ഡിസൈൻ ചെയ്യാൻ സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറഞ്ഞാലും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി, പക്ഷേ ഇതും കേട്ടിരുന്നു. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിസൈൻ എ ഡിവൈസ് വിച്ച് ഇൻവോൾവ്സ് സൈമുൾട്ടാനിയസ് മെഷർമെൻറ്റ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ ഫാസ്റ്റ് മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സച്ച് ആസ് ആൻ ഇലക്ട്രോൺ സൈമുൾട്ടാനിയസ്ലി ആൻഡ് എക്സാക്ട്ലി. ഒരേ തരം സ്റ്റേറ്റ്മെൻറ്റാണ്. അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം, ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്യാൻ, ആവിഷ്കരിക്കാൻ സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. ഇതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഡെൽറ്റ എക്സ് ഗുണിക്കണം ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് വായിക്കേണ്ടത് അങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, വലുതാണ് അല്ലെങ്കിൽ സമമാണ്, വലുതാണ് അല്ലെങ്കിൽ സമമാണ്. ഇതിനേക്കാൾ എച്ച് ബൈ 4π. പൈ കോൺസ്റ്റൻ്റ് ആണ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണ്. ഡെൽറ്റ എക്സ് കൂടിയാൽ ഡെൽറ്റ പി കുറയും, ഡെൽറ്റ പി കൂടിയാൽ ഡെൽറ്റ എക്സ് കുറയും. അങ്ങനെയാണ് റൂൾ. ഓക്കെ, ഡെൽറ്റ പി എന്നുള്ളതിന് പകരം നമുക്കൊന്ന് മാറ്റി എഴുതാം. പി സമം എം വി ആണ്. അതുകൊണ്ട് ഡെൽറ്റ പി എന്ന് പറയുന്ന സ്ഥലത്ത് എം ഇൻറ്റു ഡെൽറ്റ വി എന്നെഴുതാം. ഡെൽറ്റ എം എന്നെഴുതേണ്ട ആവശ്യമില്ല, കാരണം മാസിൽ അൺസർട്ടനിറ്റി വരില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിക്ക് പകരം എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഡെൽറ്റ വി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റിയാണ്. ഓക്കെ, ഇതാണ് ഡി ബ്രോഗ്ലീസ്
ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണത്. എം മാസ് ഓഫ് ദി പാർട്ടിക്കിളാണ്. ഓക്കെ, 1-2 നോട്ടുകളുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തും. എന്താണ് പ്രോബ്ലം ചെയ്യുമ്പോൾ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സ്ഥലത്ത് സമചിഹ്നം ഉപയോഗിക്കും. ഇതാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി സമം എന്ന് എഴുതിയാൽ മതി. h/4π. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. എല്ലാ ടേംസും അറിയണം. അടുത്ത 1-2 നോട്ടുകളുണ്ട്. ഇഫ് ഡെൽറ്റ എക്സ് ഈസ് 0, ഡെൽറ്റ പി വിൽ ബി ഇൻഫിനിറ്റി ആൻഡ് വൈസ് വേഴ്സ. ഡെൽറ്റ എക്സ് 0 ആണെങ്കിൽ ഡെൽറ്റ പി ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ 0 ആണ്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇല്ല എങ്കിൽ ഡെൽറ്റ പി ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. വളരെ ചെറിയ പാർട്ടിക്കിൾസിന് മാത്രമേ പറ്റൂ. നേരത്തെ പറഞ്ഞതാണ്. മില്ലിഗ്രാം സൈസുള്ള പാർട്ടിക്കിൾ, ഇപ്പോൾ 2 മില്ലിഗ്രാം 1 മില്ലിഗ്രാം സൈസുള്ള പാർട്ടിക്കിൾ ചെറുതാണെന്ന് നമ്മൾ കരുതും. അല്ല, ഇത് വലിയ പാർട്ടിക്കിളാണ്. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനും ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഫോർ എ മില്ലിഗ്രാം സൈസ്ഡ് പാർട്ടിക്കിൾ ഓൾസോ ദ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ ഇത്രയും ചെറിയ പാർട്ടിക്കിൾസിന് മാത്രമേ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അടുത്തൊരു പോയിന്റ്, ടു ഫിക്സ് പൊസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ റേഡിയേഷൻ ഈസ് നീഡഡ്, ബട്ട് വെൻ റേഡിയേഷൻ ഹിറ്റ്സ് ഓൺ ഇലക്ട്രോൺ ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ്. പൊസിഷൻ ഫിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൊമെൻറ്റം മാറുന്നത്, മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ നമുക്ക് റേഡിയേഷൻ ആവശ്യമാണ്. റേഡിയേഷൻ ഉപയോഗിച്ചാൽ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യാം. പൊസിഷൻ ഫിക്സ് ചെയ്യുമ്പോൾ മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. കാരണം ഈ റേഡിയേഷൻ ഇലക്ട്രോണിൻ്റെ മേലെ ചെന്ന് തട്ടുമ്പോൾ ഇലക്ട്രോൺ പെട്ടെന്ന് മൂവ് ചെയ്യും. അതുകൊണ്ട് മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. അതാണ് പ്രത്യേകത. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കള്ളൻ ഇരിക്കുന്നു. കള്ളൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ടോർച്ച് അടിക്കുന്നു. കള്ളൻ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തലും, അതായത് പൊസിഷൻ ഫിക്സ് ആക്കുമ്പോൾ തന്നെ കള്ളൻ സ്ഥലം മാറും. കള്ളൻ്റെ വെലോസിറ്റി, മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒന്ന് ഫിക്സ് ആക്കുമ്പോൾ മറ്റൊന്നിൽ ചേഞ്ച് വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പൊസിഷൻ ഫിക്സ് ആക്കുമ്പോൾ മൊമെൻറ്റത്തിൽ ചേഞ്ച് വരും. മൊമെൻറ്റം ഫിക്സ് ആക്കുമ്പോൾ പൊസിഷൻ മാറും. ഓക്കെ, അടുത്ത പോയിന്റ്, ദ പ്രിൻസിപ്പിൾ റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്സ് ഓർ ട്രജക്ടറീസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് അതർ സിമിലാർ പാർട്ടിക്കിൾസ്. ഇലക്ട്രോണുകൾ കൃത്യമായ ഓർബിറ്റിലൂടെ കറങ്ങുന്നു എന്നാണ് ബോർ പറഞ്ഞത്. ഈ പ്രിൻസിപ്പിൾസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓർബിറ്റ് എന്ന് പറയുന്ന സങ്കല്പം ഇല്ല. കൃത്യമായ പാത്തുകൾ അല്ലെങ്കിൽ ട്രജക്ടറീസ് ഇലക്ട്രോണിനെ പോലെയുള്ള പാർട്ടിക്കിൾസിന് കൊടുക്കാൻ കഴിയില്ല. കാരണം പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. വലിയ പാർട്ടിക്കിൾസിന് പറ്റും. വലിയ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയും. വളരെ ചെറിയ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓർബിറ്റ് എന്ന് പറയുന്ന സങ്കല്പം ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒഴിവാക്കിയത്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദി മെഷറിംഗ് ഡിവൈസ്. ഒരേ സമയം പൊസിഷനും മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ കുഴപ്പമില്ല. ഇത് പ്രകൃതിയിലെ നിയമമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ദി മെഷറിംഗ് ഡിവൈസ്. അപ്പോൾ ബോർ മോഡലിന് എതിരായിട്ടുള്ള 2 പ്രിൻസിപ്പിൾസാണ് നമ്മൾ നോക്കിയത്. ഒന്ന് ഡി ബ്രോഗ്ലീസ് പ്രിൻസിപ്പിൾ. ഇലക്ട്രോണിന് വേവ് നേച്ചറും കൂടെയുണ്ട്. ബോർ അത് പരിഗണിച്ചിരുന്നില്ല. മറ്റൊന്ന്, വളരെ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ പോലെയുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് കൃത്യതയോടുകൂടി തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അതും ബോർ മോഡലിന് എതിരാണ്. കാരണം ഇലക്ട്രോൺസ് കൃത്യ ഓർബിറ്റുകളിൽ കറങ്ങുന്നു എന്നാണ് ബോർ പറഞ്ഞത്. ഈ ഓർബിറ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിന് എതിരാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷനായിട്ട് നമ്മൾ ഇത് പറയാറുണ്ട്. അത് ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളിനെതിരാണ്,
അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് എതിരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.